അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീട് നിർമ്മിക്കുമ്പോൾ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം തേടിയിരുന്നു. നമ്മളൊരു വീട് നിർമ്മിക്കുന്ന സമയത്ത് പണ്ഡിതന്മാരുടെയൊക്കെ സാന്നിധ്യമുണ്ടാകുന്നത് നല്ലതാണ്. സഹാബാക്കൾ അങ്ങനെ വീട് നിർമ്മിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം തേടിയതായിട്ട് മുഷ്കിലുൽ ആസാർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൻ അംർ ഇബ്നു ഹുറൈസ് റളിയല്ലാഹു തആല ഖാല ഇൻതലഖതു മഅ അബീ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എൻ്റെ പിതാവിനോട് കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. ഫഖത്തലി ധാറൻ ബിഖൗസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പ് കൊണ്ട് ഒരു മാർക്ക് ചെയ്തു തന്നു. ഫഖത്തലി ധാറൻ ബിഖൗസിൻ, എനിക്ക് മാർക്ക് ചെയ്തു തന്നു. ധാറൻ ബിഖൗസിൻ, വീടിന് അമ്പ് കൊണ്ട് റസൂലിൽ വരച്ചു തന്നു. അപ്പോൾ വീടുണ്ടാക്കുമ്പോൾ പണ്ഡിതന്മാരുടെ സാന്നിധ്യം തേടുക, അവരൊരു സ്ഥലം നിർണയിച്ചു തരിക, അതൊക്കെ ഇസ്ലാമിൽ ഉള്ള കാര്യം തന്നെയാണ്. സ്വഹാബി അത് മാത്രമല്ല, അംർ ഇബ്നു ഹുറൈസ് റളിയല്ലാഹു അൻഹു ഒറ്റക്കല്ല പോയത്, ഉപ്പയെയും കൂട്ടിയിട്ടാണ് പോയത്. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ വലിയ വലിയ ആളുകളെടുത്ത് പോകുമ്പോൾ ഒറ്റക്ക് പോകാൻ മടിയുള്ളത് കൊണ്ട് പിതാവിനെ കൂട്ടി അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളൊക്കെ കൂട്ടിപ്പോകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ, വീടുണ്ടാക്കുമ്പോൾ അത്തരം വിഷയങ്ങളിൽ പണ്ഡിതന്മാരെ ക്ഷണിക്കലും അവരൊരു സ്ഥലം നിർണയിച്ചു തരും, അത് കുഴപ്പമില്ല, അതൊക്കെ നല്ലതാണ്, അത് പൂർവീകന്മാരായ ആളുകൾ അത് നടത്തിയതൊക്കെയാണ്, അപ്പോൾ അതൊക്കെ ചെയ്യുക. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് ഖുബ നിർമ്മിക്കുന്ന സമയത്ത് ഖുബ നിവാസികളെ വിളിച്ചിരുന്നു. യാ അഹ്ല ഖുബ ആതൂനി ബി അഹ്ജാർ, കല്ലുകൾ നിങ്ങൾ കൊണ്ടുവാ. അങ്ങനെ കല്ലുകൾ കൊണ്ടുവരാൻ കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, വീടും വിശാലതയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. വീടിന് വിശാലതയുണ്ടാകണമെന്നാണ്. വീട് എത്ര വിശാലതയുണ്ടാകുന്നോ അതനുസരിച്ച് നമ്മുടെ മനസ്സിന് വിശാലതയുണ്ടാകും. അപ്പോൾ ഒരു വീട്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ നല്ല സന്തോഷവും സമാധാനം കിട്ടണമെങ്കിൽ വീട് കുടുസാകരുത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് ഹദീസിലുണ്ട്. അൻ നാഫി ഇബ്നു അബ്ദുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സആദത്തിൽ മർഇൽ മുസ്ലിമി ഫി ദുനിയ, ഈ ഭൗതിക ലോകത്ത് മുസ്ലിമായൊരു മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടതാണ് 3 കാര്യങ്ങൾ. ശ്രദ്ധിക്കുക, ഈ ദുനിയാവിൽ മുസ്ലിമായൊരു മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടതാണ് 3 കാര്യം. അതിൽപ്പെട്ട ഒന്നാണ് അൽ ജാറു സ്വാലിഹ്, നല്ല അയൽവാസി. അപ്പോൾ നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്ത് നല്ല അയൽവാസി ഉണ്ടെങ്കിൽ അത് നമ്മുടെ വിജയത്തിന്റെ ഭാഗമാണ്. ദുന്യവിയായ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന വലിയ വിജയമാണ്. 2 വൽ മൻസിലുൽ വാസി, വിശാലമായ വീട്. 3 വൽ മർക്കബുൽ ഹനി, സന്തോഷകരമായ വാഹനം. അപ്പോൾ സ്വാലിഹായ അയൽവാസിയും വിശാലമായ വീടും സന്തോഷകരമായ വാഹനം എന്ന് പറഞ്ഞാൽ നല്ല യാത്ര ചെയ്യാൻ കഴിയുന്ന നല്ല സൗകര്യമുള്ള വാഹനം. അപ്പോൾ ഏതൊരു വാഹനമായാലും നമ്മൾ എവിടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും അത് വിശ്വസിച്ച് നമുക്ക് ഓട്ടാൻ പറ്റുന്ന, സഞ്ചരിക്കാൻ പറ്റുന്ന വാഹനം, അതാണ് സന്തോഷകരമായ വാഹനം. അതിപ്പോൾ വലിയ വാഹനം ആയിരിക്കണമെന്നില്ല. അവരവരുടെ കഴിവനുസരിച്ച് ഒരാളൊരു ചെറിയൊരു വാഹനമായി അദ്ദേഹത്തിന് ആ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷം, ആ വാഹനം വിശ്വസിച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം പോകാം. അപ്പൊ അങ്ങനെയുള്ള ഒരു വാഹനം ഒരാൾക്ക് ഉണ്ടാകുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ്. അപ്പൊ ഈ 3 കാര്യം ഒരാളിൽ ഉണ്ടായെങ്കിൽ, ഒരു മുസ്ലിമിൽ ഉണ്ടായാൽ ദുന്യാവിൽ അത് അവന്റെ വിജയത്തിൽപ്പെട്ടതാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വിശാലമുള്ള വീടും നല്ല അയൽവാസികളെയും സന്തോഷകരമായ വാഹനവും അല്ലാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.